കുറച്ചും കൂടി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു അവളെ ഞാൻ ഈ ബസ്സിൽ കയറിയിരിക്കുന്നത് എന്റെ അപ്പനെ അമ്മേനെ കാണാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാം. മരുന്നിനെ കുറിച്ച് എഴുതാൻ പോഡ്കാസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രചോദനം? പണ്ട് ഞാനിങ്ങനെ എഴുതുന്നൊന്നും ആലോചിച്ചില്ല. ഞാൻ കോളഞ്ചേരി മെഡിക്കൽ കോളേജിൽ മറ്റേ MBBS കാർക്കും BSc നഴ്സിംഗുകാർക്കും ഫാർമക്കോളജി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് പോകാൻ ബസ്സിലാണ് സാധാരണ യാത്ര ചെയ്യാം. ഒരു ദിവസം ബസ്സിൽ കയറുമ്പോൾ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചോട്ട ഒരു ചേച്ചിനെ ഞാൻ ബസ് വെച്ച് കാണുന്നു. നേരത്തെ പറഞ്ഞ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിനെ കണ്ടിട്ടില്ല. നമ്മൾ ഭയങ്കര കൂട്ടായിരുന്നു പണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ചേച്ചി ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്, നമ്മൾ എത്ര വർഷമായി. ചേച്ചിക്ക് പ്രത്യേകിച്ച് തിരിച്ചുള്ള വൈബ് ശരിയാവുന്നില്ല. ചേച്ചി എന്നെ ഇങ്ങനെ നോക്കുന്നു, ഒന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. പിന്നെ ഇങ്ങനെ ജനലിന്റെ പുറത്തോട്ട് നോക്കിയിരിക്കുന്നു. അപ്പൊ എനിക്കെന്തോ സംതിങ് ഇസ് റോങ്. അപ്പൊ ഞാൻ ചോദിക്കാൻ തുടങ്ങി, എന്ത് പറ്റി? കുറച്ചും കൂടി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു അവളെ ഞാൻ ഈ ബസ്സിൽ കയറിയിരിക്കുന്നത് എന്റെ അപ്പനെ അമ്മേനെ കാണാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് പറ്റി ആത്മഹത്യ ചെയ്യാനും മാത്രം? അപ്പോഴാ പറഞ്ഞത്, പശുവുണ്ട്, പറമ്പ് ഒരുപാടുണ്ട്, ഇപ്പൊ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, കൈയൊക്കെ എന്നെ കാണിച്ചു തന്നു, അലർജിയാണ്, ഫുള്ള് കൈ അലർജിയായി പൊട്ടിപ്പൊളിഞ്ഞാക്കി ഇരിക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചപ്പോ ഡോക്ടറെ കണ്ടില്ലേ? ഡോക്ടറെ കണ്ടു. അപ്പൊ എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫാർമസി പഠിച്ചോണ്ട് നമുക്കറിയാം ആന്റി അലർജിക് മെഡിസിൻസ് ആയിരിക്കും കൊടുത്തിരിക്കാം. അപ്പൊ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ആന്റി അലർജിക് മെഡിസിൻ കൊടുത്തു. അത് ശരിയായില്ലെന്ന് തോന്നിയപ്പോ അതിനെന്തോ സൈഡ് ഇഫക്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ തോന്നിയിട്ട് രണ്ടാമതൊരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറും വേറൊരു ആന്റി അലർജിക് മെഡിസിൻ കൊടുത്തു. അതും പറഞ്ഞിട്ട് മൂന്നാമതൊരു ഡോക്ടറെ പോയി കണ്ടു. വീണ്ടും ഒരു ആന്റി അലർജിക് മെഡിസിൻ കൂടി. ഈ 3 മെഡിസിനും കൂടി ചേച്ചി കഴിക്കുകയാണ് എത്രയും പെട്ടെന്ന് അലർജിയിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടിയിട്ട്. ആന്റി അലർജിക് മെഡിസിൻസിന്റെ പ്രശ്നമുണ്ട്. നമ്മളത് എടുത്തു കഴിഞ്ഞാൽ ചില മെഡിസിൻസ് ഭയങ്കരമായിട്ട് നമ്മളെ ഉറക്കം തൂങ്ങും. അപ്പൊ ചേച്ചിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. കാരണം ഈ 3 ഡോസ് മരുന്ന് കഴിക്കുകയാണ്. രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. മൂത്ത മോള് 10ലാണ് പഠിക്കുന്നത്. വീട്ടിലെ പശുവിനെ കറക്കുക, അതൊക്കെയാണ് അവരുടെ ഉപജീവന മാർഗം. കൃഷി അതുപോലത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മോള് 10ലാണ്. അവള് വഴക്കുണ്ടാകാൻ തുടങ്ങി. ഹസ്ബൻഡ് ആണെങ്കിലും നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് പൊരുത്തപ്പെടാനൊക്കെ കുറച്ച് പാടാണല്ലോ. വീട്ടിലെ കാര്യങ്ങൾ നടക്കാതെ വന്നതോടുകൂടി വീട്ടിലാകെ പ്രശ്നമായി. അപ്പൊ ചേച്ചി മടുത്തു, ജീവിതം മടുത്തിട്ട് പോവാം. അപ്പൊ 1 മണിക്കൂർ ഞാൻ ഈ ചേച്ചിനെ കൗൺസിൽ ചെയ്ത് ചേച്ചിനെ ഞാൻ തിരിച്ച് വീട്ടിൽ വിട്ടു. പക്ഷെ ഞാൻ അന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. അന്നെന്ന് മാത്രമല്ല 3-4 ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോ ഇത് ഞാൻ ഒരു പക്ഷെ 1000-ലോ 10,000-ലോ കാണുന്ന ഒരാളാണ്. ഇതുപോലെ എത്ര പേര് സഫർ ചെയ്യുന്നുണ്ടാവും. ആസ് എ ഫാർമസിസ്റ്റ്, മരുന്ന് പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആലോചിച്ച് ഞാൻ ഒരു തീരുമാനത്തിലെത്തി. ഈ മരുന്നിന്റെ ലേബലിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ മെഡിസിൻ ബോക്സ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ, കാരണം ഈ 3 മെഡിസിനും കിട്ടിയപ്പോൾ ആ മരുന്നിന്റെ ഈച്ച് ടാബ്ലറ്റ് കണ്ടെയ്ൻസ് എന്താണെന്ന് ചേച്ചി വായിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ ഇത്രമാത്രം സൈഡ് ഇഫക്റ്റ് ഉണ്ടാവില്ല. അത് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്തതുപോലെ ചേച്ചി ഉറങ്ങില്ല. ചേച്ചി അതിന് പറയുന്നത് ഡോക്ടർ കട്ടി കൂടിയ മരുന്നാണ് എനിക്ക് തന്നിരിക്കുന്നതെന്നാണ്. പ്രശ്നം വളരെ സിമ്പിൾ ആണ്, ഇത് പഠിച്ച ആൾക്കാർക്ക്. അപ്പോൾ ഞാൻ പോയിട്ട് ലേബൽ മരുന്നിന്റെ തലക്കുറി എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ടാബ്ലറ്റിന്റെ പേരെന്താണ്, എന്നാലേ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റുള്ളൂ ഈ മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് ഉണ്ടോ, ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന്, എക്സ്പയറി ഡേറ്റ്, ഇതെങ്ങനെ ഉപയോഗിക്കണം, എത്ര ഡോസ് ഉപയോഗിക്കണം, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ലേഖനം എഴുതിയിട്ട് മാതൃഭൂമിക്ക് വെറുതെ അയച്ചു കൊടുത്തു. 1 മാസം കഴിഞ്ഞപ്പോൾ കോളഞ്ചേരി മെഡിക്കൽ കോളേജിൽ എന്റെ ടേബിളിൽ ഒരു ആരോഗ്യ മാസിക വന്ന് കിടക്കുന്നു. തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് മെയിൻ ആർട്ടിക്കിൾ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ മാതൃഭൂമിയിൽ ഒരു കാര്യം അച്ചടിച്ചു വരികയല്ലേ.